നിൽക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വരുന്നേ. എടാ തടിയാ, ഓടല്ലടാ, ധൈര്യമുണ്ടെങ്കിൽ അവിടെ നിക്കടാ. ഇല്ല, എനിക്ക് ധൈര്യമില്ല, എന്നെ കുത്തിക്കൊല്ലാനല്ലേ. വണ്ട് കുത്തിയ ആന ചാവില്ലടാ പൊട്ടാ. എന്റെ കർത്താവേ, ഈ തമ്പു എന്ത് വരവാ വരുന്നത്? മാറിയില്ലെങ്കിൽ ഞാനിന്നേ മുയൽ ചമ്മന്തി ആയി പോവും. അയ്യോ, തമ്പു എന്റെ കാലൊടിച്ചേ, എന്റെ അമ്മച്ചി. എന്താടാ റാംബോ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? ആ തമ്പു എന്നെ ചവിട്ടി. നിനക്ക് ആള് മാറിയതായിരിക്കും. തമ്പു അങ്ങനെയൊന്നും ചെയ്യില്ല. ആനയ്ക്ക് ഉറുമ്പിന്റെ വലുപ്പമാണോ ചേച്ചി പെണ്ണെ കണ്ടാ തിരിച്ചറിയാതിരിക്കാൻ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കളറ് ബ്ലാക്ക് ആണോ? അതെ. തുമ്പിക്കൈയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചെവികൾ മുറം പോലെയാണോ? അല്ല, പപ്പടം പോലെ. അല്ലെങ്കിലും സുന്ദര ചേച്ചി ആ തമ്പുവിന്റെ സൈഡാ. നീ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ നിന്നെ ചവിട്ടിയത് തമ്പു തന്നെയാ. ഡോണ്ട് വറി. അതൊന്നും പോരാ. പിന്നെ തക്കതായ ശിക്ഷ കൊടുക്കണം. ഞാനേ സിംഹരാജാവിന്റെ അടുത്ത് പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. അത് വേണോടാ റാംബോ? വേണം. ആനകൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. എന്തായാലും നമുക്കാദ്യം ആമവൈദ്യനെ കണ്ട് നിന്റെ കാല് ശരിയാക്കാം. അയ്യോ, എനിക്ക് നടക്കാൻ വയ്യ ചേച്ചി. ഡോണ്ട് വറി.
എടി സുന്ദരി, നീ എന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചടി. റാംബോ കുട്ടനെ ഒന്ന് വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോണടി. നിനക്ക് എന്ത് പറ്റിയാടാ റാംബുട്ടാ? എന്റെ കാലൊടിഞ്ഞു പിങ്കി ആന്റി. അയ്യോടാ പാവം, സാരമില്ലട്ടോ, ആന്റി എടുക്കാം. അയ്യോ, എന്റെ ചെവി കൂട്ടാൻ വരുന്നേ, രക്ഷിക്കണേ. അയ്യോ, അയ്യോ, എന്റെ നാട് പൊടിഞ്ഞേ. അയ്യോ അയ്യോ, ഞാൻ നിന്നെ കൊത്തി വിഴുങ്ങാടാ. നീ എന്നെ വയറ്റിൽ കൂട്ടിക്കോ. അയ്യോ അയ്യോ അയ്യോ, വേണ്ട വേണ്ട. എന്നീ പിള്ളേരെ പേടിപ്പിക്കോ? ഇല്ല, ഞാൻ ഒരിക്കലും പേടിപ്പിക്കില്ല. എന്നാ എഴുന്നേറ്റ് പോടാ. അതെ, കമിഴ്ന്നടിച്ച് വീണ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല ബ്രോ. പ്ലീസ് ഹെൽപ്പ് മീ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അയ്യോ, തമ്പു, അവനെ ഒന്ന് നേരെയാക്കടാ. ഇവനൊന്നും നേരെയാവില്ല, ഈത്ത സ്വഭാവ. നിന്നോട് ഇവന്റെ സ്വഭാവം നേരെയാക്കാനല്ല പറഞ്ഞത്, പറത്തി വിടാനാ. ഓ, അത് ഞാനേറ്റു. താങ്ക്സ് ഡാ. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. നീ ഒരു പേടിത്തൊണ്ടരായി പോയല്ലോടാ തമ്പൂട്ടാ. എടാ തമ്പു, നീ എന്ത് പണിയാടാ ഈ കാണിച്ചത്? ഞാനല്ലല്ലോ, ആ കരിവണ്ടല്ലേ എന്നെ കുത്താൻ ഓടിച്ചിട്ടത്. അതല്ലടാ മണ്ട, നീ റാംബുവെ ചവിട്ടിയോ? ഞാനോ? ഇല്ലല്ലോ. നുണ പറഞ്ഞ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും. നീ അവൻ എവിടെ വെച്ചിട്ടാടാ ചവിട്ടിയത്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എനിക്ക് റാംബോ ചാപ്സ് കഴിക്കാനാ. ദേ കറുമ്പി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാൻ ചവിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ അവനെ ചവിട്ടിയത് പാവം തമ്പു അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ശരിയായിരിക്കും. ഞാൻ പോയി അവരോട് സോറി പറയാം. സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നാ റാംബോ പറയുന്നത്. അവൻ പെറ്റീഷൻ കൊടുക്കൂന്ന്. എന്റെ അമ്മോ, ഞാൻ അകത്ത് പോവോ? കൊടുങ്കാടിനുള്ളിലാ വന്യമൃഗങ്ങളുടെ ജയിൽ. ഒരു വലിയ ഗുഹ, അതിനകത്ത് ഭയങ്കര ഇരുട്ടാ. കറമ്പിയാണ് ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഉണ്ട്, 2 മാസം. എന്തിനെ? ഒരു തുമ്പിയെ പിടിച്ച് കൊത്തിപ്പറിച്ചു നിന്നതിന് സിംഹരാജാവ് ശിക്ഷിച്ചതാ. കിട്ടു, പൊന്നു, തക്കുടു, ബെറ്റി, നിങ്ങള് റാംബുവിന്റെ കൂട്ടുകാരല്ലേ? അവനോട് പറഞ്ഞ് എന്നെ കേസിൽ നിന്ന് ഒന്ന് ഊരി തരുമോ പ്ലീസ്? നീ ഒന്ന് പേടിക്കാതിരിക്കുക, ഞങ്ങൾ സ്കൂൾ വിട്ട് വരട്ടെ, നമുക്ക് ശരിയാക്കാം. അതിനുള്ളിൽ അവൻ കേസ് കൊടുത്താലോ? ഇല്ലെന്നേ, അവ രാമവൈദ്യന്റെ അടുത്തേക്കാ പോയിരിക്കുന്നത്. തമ്പു എന്തായാലും ഇപ്പൊ അവരെ കാണണ്ട. ശരി ശരി, ഞാൻ ഒളിച്ചിരുന്നോളാം. അതൊന്നും വേണ്ട, വീട്ടിലേക്ക് വെക്കോ. കറമ്പി ചെന്ന് റാംബോയോട് പറ, ഞങ്ങളെ കാണാതെ കേസ് കൊടുക്കരുത്. അത് ഞാൻ പറഞ്ഞോളാം. എന്നാ തമ്പു വെക്കോ. ഞാനും നിങ്ങളുടെ കൂടെ വന്നാലോ? എങ്ങോട്ട്? സ്കൂളിലേക്ക്. എന്തിന്? ഞാൻ ക്ലാസ്സിൽ ഇരുന്നോളാം. നീ ഇരുന്നാൽ ബെഞ്ച് ഓടിയില്ലേടാ പൊട്ട. എന്നാ നിങ്ങൾ എന്നെ ഒന്ന് വീട്ടിലാക്ക്, എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. ഈ പേടിത്തൊണ്ടനെ കൊണ്ട് ഞങ്ങൾ തോറ്റു. വാ നടക്ക്. ചതവും ഒന്നുമില്ലടാ കൊച്ചനെ. തമ്പുവിന്റെ കാലായിരിക്കില്ല കൊണ്ടത്, വാലായിരിക്കും. വൈദ്യരെന്നെ കൊച്ചാക്കരുത്. കാല് കൊണ്ട് പരിക്ക് പറ്റാൻ ഞാനെന്താ കൊതുകോ? തമ്പു എന്നെ കാല് കൊണ്ടാ തൊഴിച്ചത്, കാലുകൊണ്ട്. തമ്പു തൊഴിച്ചിട്ട് ഒന്നും പറ്റാതിരിക്കാൻ നീ എന്താ ഇരുമ്പ് പോയാലോ? നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല. അത് കൊള്ളാം, നിന്നെ പുറത്തിരുത്തി കൊണ്ടുവന്നേനെ നന്ദി വേണടാ. അതിനെ 2 കാരറ്റ് തന്നേക്കാം. എന്റെ വൈദ്യരെ, ഇവന് തമ്പുവിനോട് പ്രതികാരം ചെയ്യണം, അതിനുള്ള അടവാ. അതേടെ ചേച്ചിപ്പെണ്ണേ, ഈ കാട്ടിലെ വലിയവര് മാത്രമല്ല ചെറിയവരുമുണ്ട്, അവർക്കും ജീവിക്കട്ടെ. തിരിച്ചു പിടിക്കേ.
പിടിച്ച് വലിക്കല്ലേ. ആ, കാലൊന്ന് ഉളുക്കിയിട്ടുണ്ട്. അത് ഞാനിപ്പൊ ശരിയാക്കി തരാം. അതെ, നീ ഇങ്ങനെ കാല് കുറുക്കി വെക്കാതെ നീട്ടി വെക്കേ. ഇനി നീ ആ കാലൊന്ന് കുടഞ്ഞേടാ കൊച്ചനെ. ശരിയായി. അയ്യോ, ഇതെന്ത് ചികിത്സയാ ആമവൈദ്യരെ? ഇതാണ് പുറന്തോട് മർമാണി. ആ, പണ്ടേ അഷ്ടവൈദ്യൻ വയസ്കരമൂസിന്റെ കുളത്തിലായിരുന്നു എന്റെ മുതുമുത്തച്ഛന്റെ താമസം. അവിടുന്ന് കണ്ടുപിടിച്ചതാ. അതിന് അഷ്ടവൈദ്യന് പുറന്തോടുണ്ടായിരുന്നോ? അതെ പിങ്കി, മഹാന്മാരെ കളിയാക്കരുത്. മഹാന്മാർ ഉണ്ടയില്ലാത്ത വെടി പൊട്ടിക്കാനും പാടില്ല. നീയൊക്കെ പുലിമാതി പൂച്ചനുള്ളി എന്നൊക്കെ പറഞ്ഞ് ചികിത്സിക്കാൻ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. റാംബോക്കുട്ടാ, കൂട്ടുകാരും പറഞ്ഞു അവരെ കണ്ടിട്ട് കേസ് കൊടുത്താ മതിയെന്ന്. പക്ഷെ നീ എന്തിനാ അവരോട് എന്റെ കാര്യം പറഞ്ഞത്? എന്നാ നീ പോയി കേസ് കൊടുത്തോ. അയ്യോ, അത് പറ്റില്ല. അവരെന്റെ കൂട്ടുകാരാ, അവരെ പിടിക്കാൻ പറ്റില്ല. ഞാൻ പോയി റെസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് കടം, നാളെ റക്കം. നിന്നെ എന്റെ കയ്യിൽ കിട്ടും. അതെങ്ങനെയാ വൈദ്യരെ വൈദ്യർ അവനെ പിടിക്കുന്നത്? എന്റെ മുത്തച്ഛനെ അവന്റെ മുത്തച്ഛനെ ഓടി തോൽപ്പിച്ചിട്ടുണ്ട്. ആ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം വൈദ്യരെ. ചിരിച്ചതെന്തിനാണെന്ന് മനസ്സിലായി. അവന്റെ മുത്തച്ഛനെ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്റെ മുത്തച്ഛൻ ജയിച്ചതെന്ന് കാട്ട് പാട്ടാണ്. അതെ, അല്ലെങ്കിൽ ആമ എങ്ങനെയാണ് മുയലിനെ ഓടി തോൽപ്പിക്കുന്നത്? എടാ മണ്ടച്ചാരെ, അത് മുയലുകളെല്ലാം കൂടി പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയല്ലേ. അന്നത്തെ ഓട്ട മത്സരത്തിലെ ആമ മുയലിനെ ശരിക്കും ഓടി തോൽപ്പിച്ചതാണ്. അതെങ്ങനെയാണ് വൈദ്യരെ, പറ. ഇപ്പോഴേ ഓട്ടക്കാരൊക്കെ ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നില്ലേ, അന്ന് അതൊന്നുമില്ല, പച്ചയ്ക്ക് അങ്ങോട്ട് ഓടിയതാ. ഉവ്വ. ഈ ഉത്തേജന മരുന്നൊക്കെ കണ്ടുപിടിച്ചതേ എന്റെ മുത്തച്ഛനാ. അതെ, ആ മരുന്ന് അടിച്ചിട്ടാ മുത്തച്ഛൻ ഓടിയത്. എന്റെ മുത്തച്ഛനെ മിന്നല് പോലെ ഓടുന്നത് കണ്ട് ഈ മുയലുണ്ടല്ലോ കണ്ണ് തള്ളി തല കറങ്ങി വീണതാ. എന്നിട്ട് ഉറങ്ങിപ്പോയി എന്നും പറഞ്ഞിരുന്നോളെ. ഈ ബടായി കേട്ട് നമ്മളും കണ്ണ് തള്ളി തല കറങ്ങി വീഴും. ഓടിക്കോ. കഷ്ടം, എന്റെ മരുന്ന് പോലെ എന്റെ ബടായി മേൽക്കാതായി. ആരാടാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇത് ഞാനാ, മാക്കാൻ തവള. നുണ പറയരുത്. മാക്കാൻ തവളയുടെ ശബ്ദം പോക്രോം പോക്രോം എന്നല്ലേ? എനിക്ക് ഗോൾഡാ, അതോ ശബ്ദം മാറിപ്പോയത്. തവളക്ക് എങ്ങനെയാടാ ജലദോഷം വരുന്നത്? എന്നെ പറ്റിക്കാതെ ഇറങ്ങി വാടാ. എടാ തമ്പു, നീയായിരുന്നോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മന്ത്രി കുറുക്ക, എന്നെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ്. അറസ്റ്റ് എന്തിന്? അപ്പോ നിന്നെ സിംഹരാജാവ് പറഞ്ഞു വിട്ടതല്ലേ? അല്ല. ഞാൻ പേടിച്ചു പോയി കേട്ടോ. നീ കാര്യം എന്താണെന്ന് പറയണ തമ്പു. ഞാൻ ആ റാംബോനെ ചവിട്ടിയെന്ന് അവൻ പറയുന്നേ. ഞാൻ അങ്ങനെ ചെയ്യോ പ്രഭു മന്ത്രി? അങ്ങുന്നേ ചെയ്തെങ്കിലേ ഇതിന്റെ കാര്യം പോക്കാ. എല്ലാവരും കൂടി എന്നെ പേടിപ്പിച്ചു കൊല്ലരുത്. എടാ തമ്പു, നിന്നേക്കാൾ ധൈര്യമുണ്ടല്ലോ ഉറുമ്പുകൾക്ക്. ഉറുമ്പുകൾ കൂട്ടത്തോടെയാ നടക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാ. ഇപ്പൊ റാംബു പെറ്റീഷൻ കൊടുത്താലും ഞാനേ സിംഹരാജനെ മണിയടിച്ച് നിന്നെ രക്ഷിക്കാം. എന്താ? നീ എനിക്ക് കൈക്കൂലി തന്നാ മതി. എന്ത് കൈക്കൂലി? ഞാൻ ആ സുന്ദരിയെ തിന്നാൻ വേണ്ടിട്ട് ഒരുപാട് ഓടിച്ചതാ. നീ അവളെ എനിക്ക് പിടിച്ചതാ. മന്ത്രി, കൈക്കൂലി കൊടുക്കുന്നതും മേടിക്കുന്നതും പാപമാണ്. അതെങ്ങനെയാ? പരസ്പരം സ്നേഹിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ദ്രോഹിക്കാനല്ല. ആ പൊന്നൂന്റെയും കൂട്ടുകാരുടെയും കൂടെ കൂട്ടുകൂടി നീ ആകെ വാഷണായിരിക്കുന്നു. അവര് മാത്രമല്ല, സുന്ദരി എന്റെ ഫ്രണ്ടാ. അവളുടെ ഒരു തൂവല് പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആരോടാ കളിക്കുന്നതെന്ന് മറക്കണ്ട. കാര്യം ഞാനൊരു പേടിത്തൊണ്ടൊക്കെ തന്നെയാ, പക്ഷെ എന്റെ കൂട്ടുകാരത്തോടെ ഞാൻ സമ്മതിക്കില്ല. റാംബോ പെറ്റീഷൻ തരട്ടെ, നിന്നെ പിടിച്ച് ഞാൻ ജയിലിട്ടടിക്കും. ഇടിച്ചോ ഇടിച്ചോ, എന്നാലും എന്റെ കൂട്ടുകാരത്തോടെ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ കാണിച്ചു തരാം.
അണ്ണൻ എന്ത് പണിയായി കാണിച്ചത്? എന്താടി സുന്ദരി? അണ്ണൻ എന്തിനാ അവനെ പിണക്കിയത്? അതിന് നിനക്കെന്നാ? എന്റെ അണ്ണ, അവൻ മന്ത്രിയല്ലേ? മന്ത്രിക്കെന്താ കൊമ്പുണ്ടോ? ശോ, അവൻ കള്ളക്കേസ് ഉണ്ടാക്കി അണ്ണനെ അകത്തിടും. അതെന്തിനാടി പെണ്ണെ കള്ളക്കേസ് ഉണ്ടാക്കുന്നേ? റാംബോ കേസ് കൊടുക്കുമല്ലോ അല്ലേ? എന്തായാലും അണ്ണൻ ചെയ്തത് തീരെ ശരിയായില്ല. അവൻ എന്താ കൈക്കൂലി ചോദിച്ചത് നിനക്കറിയാമോ? ഞാൻ എല്ലാം ഒളിച്ചു നിന്ന് കേട്ട അണ്ണ. അവൻ എന്നെ തിന്നോട്ടെ, അണ്ണന് വേണ്ടിയല്ലേ, ഞാൻ സഹിച്ചോളാം. നീ എന്നെ കരയിപ്പിക്കാതെ പോകുന്നുണ്ടോ? അണ്ണൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞാൻ ഈ ഈറ്റക്കാട്ടിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാ 2 ഈറ്റയെങ്കിലും ഒടിച്ചു തിന്നാൻ പാടില്ലായിരുന്നോ? പേടി കാരണം ഒന്നും കഴിക്കാൻ തോന്നില്ലടി സുന്ദരി. അണ്ണൻ പേടിക്കണ്ട. പൊന്നും കൂട്ടുകാരും സ്കൂൾ വിട്ടു വരുന്നത് വരെ റാംബോ കേസൊന്നും കൊടുക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. സമാധാനമായി, പകുതി പേടി പോയി. എന്നാ അണ്ണൻ വന്ന് എന്തെങ്കിലും കഴിക്ക്, ഞാൻ കൂട്ടിരിക്കാം. നീയൊരു പാട്ടുപാട്, എന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. അതിനെന്താ, അണ്ണൻ തിന്നോ, ഞാൻ പാടാം. പാട്ട് മാത്രമാക്കണ്ട, ഞാൻ ഡാൻസും കളിക്കാം. നീ ഞങ്ങളെ പ്രതീക്ഷിച്ചാണോ ഈ ഇരിക്കണേ? അതേ കൂട്ടുകാരെ. എടാ റാംബോ, തമ്പു നിന്നെ ചവിട്ടിയെന്ന് പറയുന്നത് നേരാണോ? ഞാൻ കള്ളം പറയാറില്ല. നിന്നെ പോലെ തമ്പു ഞങ്ങളെ ഫ്രണ്ടാ, അവനും കള്ളം പറയാറില്ല. നിങ്ങൾ തമ്പുവിനെ ന്യായീകരിക്കാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുതെന്ന് ഉണ്ണീഷ പറയുന്നത്. ചവിട്ടുകൊണ്ട് ധരിക്കാം. ഇനി എന്തന്വേഷിച്ചറിയാനാ? നിനക്ക് ചവിട്ടി കൊണ്ടത് സത്യമായിരിക്കും, പക്ഷെ ചവിട്ടി എന്ന് പറയുന്നത് സത്യമല്ലെങ്കിലോ? ചവിട്ടാതെ എങ്ങനെയാണ് ചവിട്ട് കൊള്ളുന്നത്? തമ്പു അറിയാതെ കാല് കൊണ്ടതാണെങ്കിലോ? അവന്റെ മുഖത്ത് കണ്ണില്ലേ? ഞാനേ അവരെ പോലെ കറുത്തതാണെങ്കിലേ വഴിയിൽ ഇരുട്ടായിരുന്നു, കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഞാൻ വെളുത്തതല്ലേ, ഇരുട്ടത്തും വെട്ടി തിളങ്ങില്ലേ. നിന്റെ മനസ്സിന് തമ്പുവിന്റെ നിറമാ, തമ്പുവിന്റെ മനസ്സിന് നിന്റെ നിറവും. എന്താ 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 പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലേ റാംബോ. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഇങ്ങനെ ബലൂൺ പോലെ ഊതി വീർപ്പിക്കുന്നത് ശരിയല്ല. നിനക്കൊന്ന് പറ്റാത്ത സ്ഥിതിക്ക് ഒന്ന് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാനേ ഞാൻ തയ്യാറല്ല. നിങ്ങളെ എന്റെ ഭാഗത്ത് നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇനി ഞാൻ നിങ്ങളോട് കൂട്ടില്ല. റാംബോ, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കേസ് കൊടുക്കാൻ പോവാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. റാംബോ, എവിടെയാടാ? നീ എന്തിനാ പിങ്കി വിളിച്ചു പോകുന്നത്? എടാ, തമ്പും മന്ത്രി കൊടുക്കാനും തമ്മിൽ തെറ്റി. അപ്പോ എനിക്കൊരു കൂട്ടായി. ഇനി തമ്പുവിനെ രക്ഷപ്പെടാനാവില്ല. എടാ ദുഷ്ട, കുറുക്കൻ മഹാസൂത്രശാലിയാണെന്ന് നിനക്കറിയില്ലേ? അറിയാം, അതാണല്ലോ ഞാൻ അവന്റെ കൂടെ കൂട്ടുകൂടുന്നത്. റാംബോ ഒരു ധിക്കാരി തന്നെയാ. തമ്പുവിനെ രക്ഷിക്കാൻ എന്താ കൂട്ടുകാരെ ഒരു വഴി? പിങ്കി വിഷമിക്കേണ്ട, തമ്പു നല്ലവനാ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. പിങ്കി പൊക്കോ. ശരി കൂട്ടുകാരെ. നമുക്ക് തമ്പുവിനൊന്ന് കാണണ്ടേ? വേണം, അവൻ ആകെ പേടിച്ചിരിക്കും. എങ്കിൽ വാ കൂട്ടുകാരെ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. തമ്പു, അയ്യേ, തമ്പു കരയാണോ? എടാ പൊട്ട, നീ ആനയോ അതോ കുഴിയാനയോ? എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ, വാലെ പിടിച്ച് ചുറ്റി ഞാനൊരു ഏറ് കൊടുക്കും. നീ ആ തടാകത്തിൽ ചെന്ന് ബ്ലൂമെന്ന് വീഴും. എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരു കുലുക്കവും ഇല്ലല്ലോ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, പേടിത്തൊണ്ടൻ. ഞാനിവിടെ നിൽക്കില്ല, ഞാൻ നാട്ടിലേക്ക് വരും. ബെസ്റ്റ്. നാട്ടിലേക്ക് വന്ന നിന്നെ കൊണ്ട് തടിയെടുപ്പിക്കും. പിടിപ്പിച്ചോട്ടെ. നിന്നെ ചങ്ങലയിൽ പൂട്ടിയിടും. കൂട്ടിയിട്ടോട്ടെ. കാട്ടിലെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട, ഞാൻ നല്ല കുട്ടിയായിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. ഹോ, ഇവനെ കൊണ്ട് തോറ്റല്ലോ. എടാ തമ്പു, നല്ല മനസ്സുള്ളവരെ ഉണ്ണീഷ ഒരിക്കലും കൈവിടില്ല. ഞങ്ങൾ നിന്റെ കാര്യം ഉണ്ണീഷോട് പറയാം. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നീ ധൈര്യമായി വീട്ടിലേക്ക് പോ. ഉണ്ണീശോ മനുഷ്യരുടെ സ്വന്തമല്ലേ?
അല്ലടാ, ഈ ഭൂമിയും ഇതിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ടതാ. ഉണ്ണീശോ അറിയാൻ നിന്റെ ഒരു ആനവാല് പോലും കൊഴിയില്ല. അതുകൊണ്ട് ഉണ്ണീശോയെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ. എനിക്ക് വിശ്വാസമുണ്ട്. ആ, അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ. റാംബോ, എങ്ങോട്ടാണ് ഈ രാത്രിയിൽ പോകുന്നത്? എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും പേരുകൾ അറിയാം. ഓരോ നിമിഷവും അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയാം. എങ്കിൽ പറയൂ, ഞാനിപ്പോ എവിടേക്കാണ് പോകുന്നത്? റാംബോ ഇപ്പോൾ മന്ത്രിക്കുറുക്കനെ കാണാൻ പോകുന്നു. എന്തിന്? തമ്പുവിനെതിരെ തന്ത്രങ്ങൾ മെനയാൻ. എല്ലാം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ശരിയും തെറ്റും തിരഞ്ഞെടുക്കുവാൻ ദൈവം എല്ലാവർക്കും അനുവാദം തന്നിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ തീരുമാനം മാറ്റും എന്ന് ഞാൻ വിചാരിച്ചു. അതാ ചോദിച്ചത്. നിങ്ങൾ ആരാണ്? ഞാൻ കാവൽമാലാഖിയാണ്, മിഖായേൽ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് എല്ലാവരും റാംബോയോട് പറഞ്ഞില്ലേ? അവർക്കെല്ലാം തമ്പുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നത്. തമ്പുവിനോട് ഇഷ്ടം തോന്നുന്നത് തമ്പു നല്ലവനായതുകൊണ്ടല്ലേ? മാലാഖയും തമ്പുവിന്റെ പക്ഷത്താണോ? അല്ല റാംബോ, ഞാൻ നീതിയുടെ പക്ഷത്താണ്. തമ്പു അറിഞ്ഞുകൊണ്ട് റാംബോവിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാലാഖ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞല്ലോ, നന്മ ഉപദേശിച്ചു കൊടുക്കുക മാത്രമാണ് എന്റെ കടമ. എനിക്ക് മാലാഖയുടെ ഉപദേശം വേണ്ട. അത് റാംബോയുടെ ഇഷ്ടം. പക്ഷേ അന്തിമ വിജയം നന്മയുടെ ഭാഗത്തായിരിക്കും. നീ പരാജയപ്പെടും, അപമാനിതനാകും. എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എല്ലാരും അവന്റെ കൂടെ കൂടുമ്പോ എന്റെ വാശിയും കൂടുകയാണ്. വാശിയൊക്കെ നല്ലതാ, പക്ഷേ അത് തിന്മയെ തോൽപ്പിക്കുന്ന കാര്യത്തിലാവണം. ഞാൻ വീണ്ടും പറയുന്നു, റാംബോയുടെ തീരുമാനം തെറ്റാണ്. ഞാൻ വീണ്ടും പറയുന്നു, തമ്പുവിനെ ഞാൻ വെറുതെ വിടില്ല. ഇന്നേക്ക് തുറക്കാഷ്ട നീ അവന്റെ രക്തത്തെ കുടിച്ചു. തമ്പുവിന് വേണ്ടി വാദിക്കാൻ പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ. ഞാൻ പരസ്പര സ്നേഹത്തിനു വേണ്ടിയാണ് വാദിക്കുന്നത്. മാലാഖ വാദിച്ചാലും റാംബോയുടെ മനസ്സ് മാറില്ല. നിന്റെ പക എന്തിനാണെന്ന് എനിക്കറിയാം. അവൻ അതും പറഞ്ഞു. പറയാതെ അറിയുന്നവനാണ് ഞാൻ. കാട്ടിലൊരു നിയമമുണ്ട്, നീതി നടപ്പാക്കാൻ ഒരു രാജാവുമുണ്ട്. ആ രാജാവിന് ന്യായം ഉപദേശിച്ചു കൊടുക്കേണ്ടവനാണ് നീ. നീ പ്രജകൾക്ക് അന്യായം ഉപദേശിച്ചു കൊടുക്കേണ്ടവനല്ല. നീ ഇതെല്ലാം കണ്ടു വരണ്ടു പോയോ? ഇല്ല മന്ത്രി സാറേ, നമ്മൾ ഇതെത്ര കണ്ടതാ. മിടുക്കൻ ചുണക്കുട്ടന്മാരായാലേ ഇങ്ങനെ വേണം. ഞാനേ സിംഹരാജാവിനോട് പറഞ്ഞിട്ട് നിനക്ക് കൊട്ടാരത്തിൽ ഒരു ഉഗ്രൻ ജോലി ശരിയാക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ സിംഹത്തിന്റെ മടയിൽ. എന്നാലേ എന്റെ പണി തീരും. നീ എന്തിനാ പേടിക്കുന്നത്? ഈ പീക്കിരിപ്പിള്ളേരെ ഒന്നും സിംഹം തിന്നാറില്ല. എന്നാലും വേണ്ട മന്ത്രി സാറേ, എനിക്ക് പേടിയാ. നീ എന്തിനാടാ കൊച്ചനെ പേടിക്കുന്നത്? സിംഹം ഒന്ന് അലറിയാലേ എനിക്ക് ഹാർട്ടറ്റക്ക് വരും. സിംഹത്തിന് പോലും സിംഹത്തിന്റെ അലർച്ച പേടിയാ. പിന്നെ മറ്റുള്ളവരെങ്ങനെ പേടിക്കാതിരിക്കും? ഒരു ദിവസം സിംഹരാജാവേ ഒരൊറ്റ അലർച്ച, എന്നിട്ടൊരൊറ്റ കൽപ്പന. ആരാണ് എന്നെ പേടിപ്പിച്ചത്? അവന്റെ വാലെ പിടിച്ച് നിലത്തടിക്കടാ. എന്നിട്ട് വാലെ പിടിച്ചൊരൊറ്റയടി. എന്നിട്ട് സിംഹത്തിന് എന്തെങ്കിലും പറ്റിയോ? 2 വാരിയല്ലോ ഒടിഞ്ഞു കിട്ടി. അയ്യോ, എന്നിട്ട് സിംഹം സാറിനൊന്നും ചെയ്തില്ലേ? ഈ സിംഹരാജനെ എന്റെ തോളെ തട്ടിക്കൊണ്ട് പറയുവാണേ, വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ മൈ ബോയ്. എന്തൊരു കഷ്ടമാണത്. അതെന്തിന്? ഞാനേ മുഖം നോക്കാതെ രാജകൽപ്പന നടപ്പാക്കിയില്ലേ, അതുകൊണ്ടാണ്. എന്നാലും അല്പം കടന്ന കൈയായിപ്പോയി. മണ്ടത്തരം പാടിയല്ലടാ. രാജകൽപ്പന അനുസരിച്ചില്ലെങ്കിലേ തല കാണുമോ? അത് ശരിയാ, സാറൊരു ഭയങ്കര സംഭവമാണ്. ഞാനേ
നിന്റെ കാര്യം സിംഹരാജനുമായിട്ടൊന്ന് സംസാരിച്ചു. ശിക്ഷ നിനക്ക് തന്നെ തീരുമാനിക്കാനാ രാജാവ് പറഞ്ഞത്. അത് കലക്കി. ഇനി അവന്റെ കാര്യം പോക്ക. നീ എന്ത് ശിക്ഷയാ കൊടുക്കാൻ പോകുന്നത്? ചവിട്ടിനെ ചവിട്ട് തന്നെ. എന്ത്? എന്നെ ചവിട്ടിയതിന് ഞാനും ചവിട്ടും. ചവിട്ടി അവന്റെ കാല് ഞാൻ ഒടിക്കും. ഇതിനാണോടാ ഞാൻ ഉറക്കം കളഞ്ഞ് നിന്നെ കാണാൻ വന്നത്, മഹാഭാവി? അതെ, ശിക്ഷ ഇളവ് ചെയ്യാൻ മാത്രം സാറ് പറയരുത്. ഇത് എന്റെ ഒരു വാശിയാ, പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. പ്ലീസ്. അതിലും നല്ലൊരു കാര്യം ഞാൻ പറയാം. എന്താ? ഞാനേ നിന്നെ തിന്നാം. എന്നിട്ട് നീ തമ്പുവിനെതിരെ കേസ് കൊടുത്തതിന്റെ വൈരാഗ്യത്തിന് തമ്പു നിന്നെ കൊന്ന് കൊക്കയിലെറിഞ്ഞെന്ന് പറയാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്നെ കൊന്നാലും ഞാൻ കേസ് കൊടുക്കും. കൊന്നാൽ എങ്ങനെയാടാ കേസ് കൊടുക്കുന്നത്? അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ! അയ്യോ, കൊല്ലാൻ വരുന്നേ! കൊല്ലാൻ വരുന്നേ! എന്റെ ഉണ്ണീശോയെ, തമ്പു ഒരു പാവാണ്. തമ്പു ഒരു പാവമാണ്. അവനോട് കരുണ തോന്നണേ. അവനോട് കരുണ തോന്നണേ. ഹായ് മിഖായേൽ. കൂട്ടുകാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം ഉണ്ണീശോയ്ക്ക് മനസ്സിലായി. തമ്പുവിന്റെ വില എന്താണെന്ന് ഉണ്ണീശോ റാംബോയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. അതെങ്ങനെ? പറയാം. തമ്പു, എന്നെ രക്ഷിക്ക് തമ്പു. ഈ കള്ള കുറുക്കൻ എന്നെ കൊല്ലും. അയ്യോ തമ്പു, കുറുക്ക. അല്ല, തമ്പു. നീ പേടിക്കണ്ട റാംബോ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. തമ്പു, നീയേ മന്ത്രി കുറുക്കനോട് കളിക്കല്ലേ. അത് രാജാവായാലും മന്ത്രിയായാലും പ്രജകളെ തൊട്ടാൽ വിവരമറിയും. നീ എന്നെ എന്ത് ചെയ്യടാ പേടിത്തൊണ്ട? അയ്യോ. ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് വിശ്വസിക്കറാമ്പോ, ഞാൻ നിന്നെ മനഃപൂർവ്വം ചവിട്ടിയതല്ല. എന്നോട് ക്ഷമിക്ക് തമ്പു. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭൂമിയിൽ പരസ്പരം ആശ്രയിക്കാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല കൂട്ടുകാരെ. ദൈവം നിങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. എവിടെയെങ്കിലും സ്നേഹത്തിന്റെ കണ്ണികൾ പൊട്ടിയാൽ അവിടെ പകയും വിദ്വേഷവും വളരും. പിന്നെ ആ കണ്ണികൾ കൂടുതൽ കൂടുതൽ അകലുന്നതിനു വേണ്ടി സാത്താൻ പ്രവർത്തിക്കും. നിങ്ങൾ സാത്താന്റെ ആജ്ഞാനവർത്തികളായി മാറും. യുദ്ധങ്ങൾ വരെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ആയതിനാൽ പരസ്പര സ്നേഹം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കുക. സ്നേഹമില്ലാത്തിടത്ത് ദൈവമില്ലെന്ന് തിരിച്ചറിയുക. റാംബോയുടെ തെറ്റ് റാംബോയ്ക്ക് മനസ്സിലായി മിഖായേൽ. ഇനി അവൻ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കില്ല, അബദ്ധങ്ങളൊന്നും കാണിക്കില്ല. റാംബോ നല്ല കുട്ടിയായി. ഇവർ പറഞ്ഞത് ശരിയാണോ റാംബോ? അതെ മിഖായേൽ, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. റാംബോ വിഷമിക്കേണ്ട, നീ ഒരു നല്ല കൂട്ടുകാരനെ കൂടി നേടിയിരിക്കുന്നു. അതിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് സമാധാനം.